ഇന്ന് പകലിൽ അല്പസമയം ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ്. ഇവിടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തിയട്ടെ? വാഴട്ടെ. എന്നാൽ ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ രണ്ട് വാക്യങ്ങൾ രണ്ട് അധ്യായങ്ങളിൽ കൂടെ ദൈവം തരുന്നത് ഈ പ്രഭാതത്തിൽ എന്ത് വേണം? സമാധാനം. ഏറ്റവും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ആഹാരം കഴിച്ചില്ലെങ്കിലും വലിയ വീടൊന്നും ഇല്ലെങ്കിലും വലിയ വണ്ടിയൊന്നും ഇല്ലെങ്കിലും സമാധാനമാണ് ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടത് സമാധാനം. പക്ഷെ ഇത് എവിടുന്ന് കിട്ടും? കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടത്തില്ല. ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരിടത്തും ഈ സാധനം കിട്ടത്തില്ല. ഇത് സൃഷ്ടികർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഈ സമാധാനം ലഭിക്കൂ. പ്രൈസ് ദി ലോർഡ്. അതെവിടെ വരണം? ഹൃദയങ്ങളിൽ ഇത് വാഴണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഹൃദയങ്ങളിൽ ഇത് വളരണം. അതാണ് ഇവിടെ പൗലോസ് പിന്നെയും പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ആമേൻ. സകല ബുദ്ധിയെയും, ഈ ഭൂപരപ്പിൽ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന സകലതും ഒരു പ്രതിമയായി ഇരിക്കുമ്പോൾ ദൈവ സൃഷ്ടിച്ച മനുഷ്യന്റെ മേൽ വാഴേണ്ടത് ദൈവത്തിന്റെ സമാധാനം. അത് സമാധാനം വേണ്ടെന്ന് ആരും പറയത്തില്ല. ആഹാരം വേണമെന്നിട്ട് വേണ്ടെന്ന് പറയും. സ്തോത്രം. സമാധാനം എന്ന് പറഞ്ഞ സാധനം ആർക്കും വേണ്ട എന്ന് പറയത്തില്ല. എല്ലാവർക്കും ഇത് സൗജന്യമായി കിട്ടണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത, ഇത് സൗജന്യമായി കിട്ടുന്ന സമാധാനമല്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷ മാത്രമാണ് സൗജന്യം. ബാക്കി എല്ലാത്തിനും വില കൊടുത്തേ പറ്റൂ. സകലത്തിനും നമ്മൾ വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഏതൊരു കൃപയാകട്ടെ, ഏത് കൃപാവരമാകട്ടെ, കർത്താവ് തരുന്ന എന്തിനും നമ്മൾ വില കൊടുത്തേ പറ്റും. സ്തോത്രം. വില കൊടുത്താൽ അതിന് ഭയങ്കര ആയുസ്സായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വില കൊടുക്കാതെ കിട്ടുന്നതിന് ആയുസ് കുറവാ. പ്രൈസ് ദി ലോർഡ്. വില കൊടുത്ത് വാങ്ങി നോക്കിക്കേ, അതിന് ആയുസ്സുണ്ടാകും. ഒരു മനുഷ്യനും ഇതിനെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം നീ വില കൊടുത്ത് വാങ്ങിയതാ. ഞാൻ പറയട്ടെ, സ്തോത്രം. ഒരു കുഞ്ഞിന് തൻ്റെ അപ്പനും അമ്മയും ചേർന്നൊരു കളിക്കാൻ ഒരു കുരങ്ങോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക. അതിന് വാങ്ങിക്കൊടുത്തതാ. അതിനറിയത്തില്ല. 5, 8, 10 പൈസയൊക്കെ ആയി. അത് കുറച്ച് കഴിയുമ്പോൾ അതിനെ എല്ലാം പാഴ്സാക്കും. പക്ഷെ ആ കുഞ്ഞ് വലുതായി ജോലി ചെയ്ത് പ്രാപ്തിയായി ശമ്പളമാക്കുന്ന ഒരു സമയമാകുമ്പോൾ ആ കുഞ്ഞ് ഇതുപോലത്തെ ഒരു സാധനം വാങ്ങുക. അതൊരിക്കലും പൊട്ടിക്കത്തില്ല. കാരണം എന്താ? അത് വില കൊടുത്ത് വാങ്ങിയതാ. അപ്പോ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്ത് വാഴണം? ദൈവിക സമാധാനം വാഴണം. അതിന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമാധാനം ഹൃദയങ്ങളിൽ വാഴണം. സാമ്പത്തികം കുറയുമ്പോൾ വയലന്റ് ആകുന്നു. കുടുംബത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളാകുന്നു. കിട്ടുന്ന സാമഗ്രി ഉപയോഗിച്ച് അതിനെ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അത് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു. അത് പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. പിന്നെ അത് ഭയങ്കര വിഷയങ്ങളിലേക്ക് വരുന്നു. കാരണം ദൈവിക സമാധാനമില്ലാത്തത് കൊണ്ട്. ദൈവിക സമാധാനത്തിനകത്ത് നിന്നാൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസം വന്നാലും കർത്താവ് കൂടെ ഉണ്ടല്ലോ.
ആ കൂടെയുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ ഈ തലമുറയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിലും ആമേൻ സ്തോത്രം നിലവുകളിലും എന്ത് ചെയ്യണം? അത് വാഴണം. ആമേൻ. ഈ സമാധാനം ഈ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 16, കൊലോസ്യർ 3:17, ആമേൻ, ഫിലിപ്പിയർ 4 ആമേൻ സ്തോത്രം 7 നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര ദൂതുകൾ ദൈവാത്മാവ് തന്നിരിക്കുക. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽ ഏത് സമാധാനത്തിലാണ് നിങ്ങൾ നടക്കുന്നത്? ഏതാ സമാധാനം? മദ്യം തരുന്ന സമാധാനമാണോ? മയക്കുമരുന്ന്, ഹാഷിച്ച്, മൽച്ചുവാരിറ്റി തുടങ്ങിയ പട്ടച്ചാരായ ഇതൊക്കെ തരുന്ന സമാധാനമാണോ? അല്ല. എങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്നേ ആ സമാധാനത്തിലൂടെ പോയാലേ. ഇതൊന്നും താൽക്കാലികമാണ്. കർത്താവ് എന്ന് പറഞ്ഞ് കാണുന്നതൊക്കെയും താൽക്കാലികം. മനുഷ്യനിർമ്മിതമെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ മനുഷ്യൻ നിർമ്മിച്ചു വച്ച സമാധാനം കണ്ടുപിടിക്കാൻ നിർമ്മിച്ചു വച്ച ചില സമാധാനശാലകൾ അതെല്ലാം താൽക്കാലികമാണ്. മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന സകല ശൃംഗാര ഗോപുരങ്ങളും താൽക്കാലികമാണ്. അതെല്ലാം വീഴും. എന്നാൽ ദൈവം തരുന്ന സമാധാനമോ ഒരിക്കലും ഒരു മനുഷ്യനും എടുത്തു മാറ്റാൻ കഴിയാത്തതാ ദൈവം തരുന്ന സമാധാനം. ആ സമാധാനത്തിൽ കൂടെ സ്വർഗം നമ്മെ നയിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണം. സമാധാനത്തിൽ കർത്താവെ അവരെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ്